ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു വൈകുന്നേരത്തെ വീഡിയോ കേട്ടോ. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തല്ല കുറച്ചടുത്ത് ഒരു കുളമുണ്ട്. നമുക്ക് ആ കുളം കാണാൻ പോയല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ മക്കളെയൊക്കെ കൂട്ടി വൈഫിനെയും കൂട്ടി കുളത്തിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ വൈകുന്നേരത്തുള്ള കാഴ്ചയാണ് കേട്ടോ അത്. ആ സൂര്യൻ്റെ ആ കിരണങ്ങൾ തട്ടി സ്വർണ്ണ കളറായിട്ട് നിൽക്കുന്നുണ്ടോ നെൽമണികളെല്ലാം. നിങ്ങൾക്ക് എത്രത്തോളം കാണണ്ടെന്ന് അറിയില്ല കേട്ടോ ഞാൻ പറഞ്ഞ കാര്യം. ഇപ്പോൾ നമ്മുടെ വീഡിയോയിൽ നിന്ന് കുട്ടുമുണ്ട് കേട്ടോ. കുട്ടുവിനെ കാണണം എന്ന് പറഞ്ഞിട്ട് കുറേ കമൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടുമുണ്ട് നമ്മുടെ വീഡിയോയിൽ. കുട്ടുമില്ലാതെ എന്ത് വീഡിയോ. അപ്പോൾ കണ്ണനും കാശിക്കുട്ടനൊക്കെ മുന്നേ ഓടിട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കളിക്കണവർ രണ്ടാളും. സൺസെറ്റ് കണ്ടില്ലേ, ഭയങ്കര ഭംഗിയാട്ടോ. ഇത്ര ഭംഗിയുണ്ടെന്ന് നിങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ കമൻറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് പോലും മനസ്സിലാവുന്നത്. കാരണം നമ്മൾ പോലും ഇത് ഇങ്ങനെ നോക്കി ഇരിക്കാറില്ല കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ കമൻസിന് വരുമ്പോൾ അപ്പോഴാണ് നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങിയത്. അത്രയും ഒരുപാട് നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കേട്ടോ നമ്മുടെ ഈ ലൊക്കേഷൻ വരുന്നത്. പിന്നെ ഞങ്ങളിങ്ങനെ പതുക്കെ പോവുകയാണ്. അപ്പോൾ ആൾക്കാർ പാടത്ത് പശുവിനൊക്കെ മേയ്ക്കുന്നുണ്ട്. പിന്നെ അതുപോലെ കൃഷി നോക്കാൻ വന്ന ആളുകളുണ്ട്. അങ്ങനെ കുറേ ആളുകളുണ്ട് കേട്ടോ പാടത്ത്. അപ്പോൾ നമ്മുടെ ഇവിടെ നോക്കിയാൽ നമ്മുടെ വീടാണ് ആ കാണുന്ന വീട്. ഇത്ര ലോങ് എന്നാണ് കാണിക്കുന്നത് വീട്. ഇപ്പോൾ കുറച്ച് സൂം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്. അവിടെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഭയങ്കര കാറ്റാണ്. ഫുൾ കാറ്റ് നമ്മുടെ വീട്ടിലേക്കാണ് കയറി വരിക. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒന്നുമില്ലല്ലോ, ഒരു വേലിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇവിടെ നിന്ന് വീശുന്ന കാറ്റ് നേരെ വീട്ടിലേക്ക് കയറി വരും. കുളത്തിലേക്ക് പോയി കനാലും കൂടി കഴിഞ്ഞിട്ട് വേണ്ട കുളത്തിലേക്ക് പോകാൻ. എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഒരു 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ കനാലിൽ കൂടെയൊക്കെ നല്ല വെള്ളം വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് കൂടെ ഒന്നും വെള്ളം വരുന്നില്ല. ഇപ്പോൾ പാടത്ത് കൂടെ തന്നെ കൊണ്ടുപോവാണ്. പാടത്തിൻ്റെ സൈഡിൽ ചാല് വെട്ടിയിട്ട് അത് കൂടെ തന്നെ കൊണ്ടുപോകുകയാണ് വെള്ളമൊക്കെ. പക്ഷെ കനാലൊക്കെ നന്നായി പൊളിഞ്ഞു പോയിരുന്നു. അതാണിപ്പോൾ കനാലിൽ കൂടെ ഒന്നും ആരും വെള്ളം കൊണ്ടുപോകാത്തത്. പിന്നെ ഇതാണ് നമ്മൾ പറഞ്ഞ കുളം കേട്ടോ. അത്ര വലിയ കുളമൊന്നുമല്ല, ചെറിയൊരു കുളമാണ്. അപ്പോൾ ചെറിയ കുളത്തിൽ ആൾക്കാർ വലയൊക്കെ ഇട്ടിട്ടുണ്ട്. മീൻ കിട്ടിയിട്ടുണ്ടോ എന്ന് നമുക്ക് പോയി നോക്കാം. എന്തായാലും വന്നതല്ലേ, എന്തായാലും നോക്കി വെക്കാം മീൻ കിട്ടിയിട്ടുണ്ടോ. ഒരു മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ അവർക്ക് വേറെ മീൻ കിട്ടിയിട്ടുണ്ടോ ചോദിച്ചപ്പോൾ അവർക്ക് കവറിലുണ്ട്, കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ കാണിച്ചു തന്ന മീനാട്ടോ അത്. അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം സൂപ്പറായിരുന്നു. അങ്ങനെ വീണ്ടും ഞങ്ങൾ അവിടെ കുറേ നേരം ഇരുന്നു കേട്ടോ. പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച്. ഇതിൻ്റെ താഴത്തും പാടാണ്, കണ്ണെത്താ ദൂരത്ത് പാടം നിൽക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് കാലും കൊണ്ട് വയ്യാത്തതുകൊണ്ട് അധികം നടക്കാൻ പറ്റില്ല. എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ വിളിച്ച് വരുത്തിയതാണ് ഇങ്ങോട്ട്. അപ്പോൾ അത് നൊണ്ടിയിട്ടാണ് നടക്കണത്. നമ്മൾ എന്താ പറയുക, ഇതിൻ്റെ ഉണ്ടോ അപ്പുറം സൈഡ് പാടം കണ്ടില്ലേ, അതൊക്കെ ഫുൾ പാടാ സൈഡ് കംപ്ലീറ്റും. ഇതിൻ്റെ ആ കരയിലും വീടാണ്. അപ്പോൾ നമ്മുടെ കുട്ടു നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. അവന് വിട്ടാൽ ശരിയാവില്ല. ഇപ്പോൾ അവിടെ ആൾക്കാരൊക്കെ ഉണ്ട്, ചിലപ്പോൾ അത് സീനാവും. അപ്പോൾ പതുക്കെ കുളത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അനി. എന്താവണോ എന്തോ. ചില കാര്യങ്ങളൊക്കെ നമുക്ക് അപ്രതീക്ഷിതമായി കിട്ടുന്ന കാര്യങ്ങളാണ്. കൊറ്റി പറക്കുന്നത് കണ്ടോ, ഇത് നമ്മൾ പ്രതീക്ഷിച്ച് പോയത്. അപ്പോഴേക്കും നമ്മുടെ കുട്ടു വെള്ളത്തിൽ ഇറങ്ങിയിട്ടോ, ചാടി മൂപ്പര് വെള്ളത്തിലേക്ക് എത്തി. അപ്പോൾ അങ്ങനെ കുട്ടുവിനൊന്ന് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു. അവനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കുട്ടു വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ കുട്ടുവിന് കുറച്ച് നേരം വെള്ളമൊക്കെ തേവി അവൻ്റെ ചളികളൊക്കെ ഒന്ന് കളഞ്ഞു. പാടത്തു കൂടെയൊക്കെ നടന്ന് ഫുൾ ചളിയായിട്ടുണ്ടാകും ആശാൻ്റെ മേലിൽ. അപ്പോൾ ചളിയൊക്കെ കളഞ്ഞു. ഞാൻ ആ പാടത്തു കൂടെ ഇറങ്ങി എൻ്റെ കാലിൽ മുള്ളും കുത്തി. അപ്പോൾ അങ്ങനെ അവനെയൊക്കെ കുളിപ്പിച്ച് ഞങ്ങൾ കയറ്റി വീണ്ടും. അപ്പോൾ കണ്ണൻ അപ്പുറത്തൊരു വെള്ളച്ചാട്ടമുണ്ട്, അപ്പോൾ അങ്ങോട്ട് പോയിരിക്കുക. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു കേട്ടോ. ഇനി നിന്ന് കഴിഞ്ഞാൽ നേരം ഒഴുകും, അല്ലെങ്കിൽ ഇപ്പം തന്നെ ചെറിയൊരു ഇരുട്ട് കയറിയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ റിട്ടേൺ വന്നു. അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയുടെ അടുത്തായിട്ടോ. അപ്പോൾ പിന്നെ കുട്ടുവിന് വിടാൻ വിചാരിച്ചു. കുട്ടുവിന് വിടേണ്ട താമസമുള്ളൂ. കുട്ടു ആണെങ്കിൽ ഓടി പടച്ച് പോണു. കണ്ണനും കാശിക്കുട്ടനും മുന്നേ ഉണ്ടല്ലോ, അവരുടെ അടുത്തേക്ക് ഓടിപ്പോവാ. കണ്ണന് നല്ല ഇഷ്ടമാട്ടോ കാശിക്കുട്ടന് പിന്നാലെ ഓടി വരുന്നുണ്ട് കുട്ടു. അപ്പോൾ ഞങ്ങൾ ബാക്കിൽ ഇങ്ങനെ വീഡിയോ എടുത്ത് സംസാരിച്ചിട്ടൊക്കെ പോകുന്നുണ്ട്. കണ്ണൻ്റെയും കാശിക്കുട്ടൻ്റെ ഒപ്പം കുട്ടു കളിക്കുകയാണ് അപ്പുറത്ത്. ഞങ്ങളിങ്ങനെ ഓരോരോ വീഡിയോ എടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഈ പാടത്തിൻ്റെ അരിയിലിരിക്കുന്ന സുഖം നമ്മുടെ സിറ്റിയിൽ ഇരുന്നാൽ കിട്ടില്ല. ചില ആൾക്കാർക്ക് നമുക്കടുത്ത് കമൻ്റ് ഇട്ട് പോലും പറയാറുണ്ട്, നിങ്ങളുടെ ലൈഫൊന്നും ഞങ്ങൾക്ക് കിട്ടാറില്ല, ഇതൊക്കെ ഞങ്ങൾ മിസ് ചെയ്യണ ലൈഫാന്നൊക്കെ പറഞ്ഞിട്ട്. കുട്ടുവാണെങ്കിലോ ഭയങ്കര നനച്ചിട്ടാവുന്നു കടന്ന് കളിക്കുന്നുണ്ട് പുല്ലിൽ. കുട്ടുവാണോ കണ്ണനാണോ കാശിക്കുട്ടനാണോ എന്ന് മൊത്തം കൺഫ്യൂഷനായി. അത്രയും സ്നേഹത്തോടെ അവൻ്റെ കളി. എന്തായാലും നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ അതൊക്കെ കാണുമ്പോൾ.
എന്താണെന്ന് വെച്ചാൽ കുട്ടു ഭയങ്കര സ്നേഹമാണ് എല്ലാവരോടും അവനെ. ഇപ്പോൾ അവർ അങ്ങോട്ട് ഓടിയുണ്ട്. ഇപ്പോൾ കുട്ടൂന് അവർ വിളിക്കുമ്പോഴേക്കും കുട്ടു ഇവിടെ നിന്ന് ഓടും. കണ്ടോ കുട്ടു ഇതാ പാഞ്ഞു പോണു. കാശിക്കുട്ടന് പ്രത്യേകതരം ഇഷ്ടം കേട്ടോ കുട്ടുവിന്. അങ്ങനെ അവരങ്ങനെ വീട്ടിലേക്ക് പോയി. അപ്പം ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. വീട്ടിലൊക്കെ വന്ന് മക്കളെയൊക്കെ കുളിപ്പിച്ച് വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞ് ഞാനൊന്ന് കടയിൽ പോയിട്ടോ. കടയിൽ പോയി വന്നപ്പോഴേക്കും കുട്ടികളെ പഠിപ്പിക്കാനുണ്ടായിരുന്നു. കുറേ ദിവസത്തെ പഠിപ്പിക്കാണ്ട് 2-3 വയസ്സായില്ലേ ഒരു സ്കൂളൊക്കെ പോയിട്ട്. അപ്പോൾ കണ്ണനെ കാശിക്കുട്ടനും കുറേ എഴുതാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇരുന്ന് ഇങ്ങനെ എഴുതിപ്പിച്ച് കാശിക്കുട്ടൻ ഉറക്കം തൂങ്ങിയിട്ടാട്ടോ ഇരുന്ന് എഴുതുന്നത്. മുഖം കാണിക്കുന്നുണ്ടല്ലേ. വൈഫാണെങ്കിൽ ഇവിടെ നിന്ന് ദോശയും ചപ്പാത്തിയാണ് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നത്. അമ്മയ്ക്ക് ചപ്പാത്തി കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ചമയ്ക്കാൻ പറ്റില്ല. ചമച്ച് കഴിഞ്ഞാൽ കണ്ണ് വേദനിക്കും പറഞ്ഞിട്ട് അമ്മയ്ക്ക് ദോശ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ചപ്പാത്തിയാണ്. അപ്പോൾ ചപ്പാത്തിക്കുള്ള കറി ചെറിയൊരു ഗ്രേവി പോലൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. മുട്ടക്കറിയൊന്നല്ല കേട്ടോ, ഒരു ചെറിയ ഗ്രേവി. മുട്ടക്കറി വെക്കാൻ പാടില്ല. ഇവിടെ 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ പൂജയാണ് നമ്മുടെ പാമ്പാന്മാരുടെ അടുത്ത്. അപ്പോൾ അതിൻ്റെ വ്രതത്തിലാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ അതുകൊണ്ട് മുട്ടക്കറിയൊന്നും ഉണ്ടാക്കണില്ല. അപ്പോൾ ദോശയും ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതൊക്കെ മുറിച്ച് കഴിഞ്ഞ് രണ്ടാളും കൂടി വർത്തമാനം പറഞ്ഞിട്ട് തന്നെ കേട്ടോ ഇതൊക്കെ മുറിക്കണം. ഞങ്ങൾ രണ്ടാളും, ഞാനും അനിയും കൂടി സംസാരിച്ചിട്ടാണ് ഇതൊക്കെ മുറിക്കുന്നത്. അപ്പോൾ അവർ കൂട്ടത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. അവർക്ക് പഠിപ്പിച്ചില്ലെങ്കിൽ ശരിയാവില്ല. അവന്മാർ ഭയങ്കര വിളവന്മാരാണ്. അവന്മാരുടെ കൂടെ തന്നെ ഇരുന്ന് പഠിപ്പിക്കണം, എന്നാലാണ് പറഞ്ഞാൽ കേൾക്കും. അല്ലെങ്കിൽ കേൾക്കില്ല. അപ്പോഴേക്കും അനി ഇതവിടെ കറിക്കുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടോ. ഇന്ന് ഇഷ്ടക്കറിയല്ല, ഞാൻ പറഞ്ഞില്ലേ ഒരു ഗ്രേവി പോലത്തെ കറിയാണെന്ന് ഉണ്ടാക്കണത്. അങ്ങനെ കറി ഏകദേശം സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പുണ്ടോയെന്നൊക്കെ മറ്റാൾ നോക്കുന്നുണ്ട്. ഉണ്ടോ ആർക്കും അറിയാം, ദൈവത്തിനറിയാം. കഴിക്കുമ്പോൾ എന്തായാലും അറിയാലോ. എന്താവട്ടെ. അപ്പോൾ വീണ്ടും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇത് വീട്ടിൽ കുഴച്ച ചപ്പാത്തി അല്ല കേട്ടോ, കടയിൽ നിന്ന് വാങ്ങിയതാണ്. നമുക്കതിനുള്ള സമയം കിട്ടിയില്ല അന്ന്. വൈഫിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കൊക്കെ പോയിട്ടാണ് വൈഫ്. അപ്പോഴൊക്കെ വരാൻ നേരം വൈകി. ഞാനും വരാൻ നേരം വൈകി കേട്ടോ. ഒരു 4:30 ആയി ഞാൻ എത്താൻ. ഞങ്ങൾ മിക്കവാറും ഭക്ഷണം കഴിക്കുന്നത് 9:30 സമയത്താട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. കാശിക്കുട്ടൻ കുറച്ച് നേരത്തെ കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് സംസാരിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും ഹാപ്പി ആയിട്ടിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ, സീ യു. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.